ഇന്ന് ഞാനൊരു ചട്ടിയുമായിട്ട് വന്നത് ഇന്നൊരു സ്പെഷ്യൽ ചോറാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ചോറല്ല, കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെറുപയറും പിന്നെ അരിയും വെള്ളത്തിലിട്ട് വെച്ചു 1 മണിക്കൂർ. അത് കുതിർന്നതിന് ശേഷം നമ്മളത് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് കഞ്ഞിയാക്കിട്ടോ. നല്ല ടേസ്റ്റുള്ള കഞ്ഞിയാണ്. ഉപ്പും കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ചോറാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് ഞാൻ അടിപൊളിയായിട്ടൊരു ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പപ്പടം ചുട്ടെടുത്തു. ഗ്യാസിൽ വെച്ചിട്ടാണ് പപ്പടം ചുട്ടെടുത്തത്. അപ്പോൾ കുറച്ചധികം ഒഴിക്കുന്നത് ഇത് കുടിക്കും എന്നുള്ളത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയമാണ്. ഈ ഒരു മഴയത്ത് കുടിക്കാൻ പറ്റിയ ഒരു കഞ്ഞിയാണിത്. അപ്പം നാളികേരം നമ്മുടെ മുറ്റത്തുണ്ടായ കാന്താരി മുളകും ഉപ്പും കൂട്ടിയിട്ട് നാളികേരം ചമ്മന്തി, നമ്മുടെ പഴയ നോസ്റ്റ് ചമ്മന്തിയാണ്. അതും പപ്പടം ചുട്ടതും. അപ്പോൾ ഈ പപ്പടം ചുട്ടത് ഇതിൽ പൊട്ടിച്ചിട്ട് ചമ്മന്തിയൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാനും ഇനിയിപ്പോൾ അല്ലാതെ പൊട്ടിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു സുഖം തോന്നും. മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചൂടുള്ള കഞ്ഞി കുടിക്കുമ്പോൾ കേട്ടോ. പിന്നെ ഞാൻ ഉച്ചൻ്റെ സമയമായപ്പോൾ ഞാനത് ചോറാക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെയും കഴിച്ചു. അത് വേറൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് എന്താണോ ആവശ്യമുള്ളത്, ആ ഒരു ഉപ്പേരികളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ തന്നെ ഈ ഒരു പയറും കഞ്ഞി നമുക്ക് ഇങ്ങനെ തന്നെ കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ റെഡിയാക്കി നോക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. അപ്പോൾ ഫ്രൈ ആക്കിയിട്ടുള്ള പപ്പടത്തിനേക്കാളും ടേസ്റ്റ് ചുട്ട പപ്പടമാണ് കേട്ടോ. അപ്പോൾ അതുതന്നെയാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി. അപ്പോൾ ഞാൻ ഒരുപാട് കുടിച്ചു. ബിരിയാണി മന്തിയൊക്കെ നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ ഇങ്ങനെ ഒരു കഞ്ഞി അത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കുടിക്കണം. അപ്പോൾ ചമ്മന്തി അരക്കാനൊന്നും ഒരു മടിയും കരുതരുത്. ഞാനിത് അമ്മിക്കല്ലിൽ തന്നെയാണ് ഈ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ എപ്പോഴും നമുക്ക് പഴയകാല വിഭവങ്ങളോട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.